Hello, welcome to another video of Engineering Geology. നമ്മൾ മോഡ്യൂൾ 1 വെതറിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഫിസിക്കൽ വെതറിംഗ് നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. കെമിക്കൽ വെതറിംഗ്. വെതറിങ്ങിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. Chemical weathering is a process of alteration of rocks of the crust by chemical decomposition by atmospheric gases and moisture. ഇത് ഫിസിക്കൽ വെതറിംഗ് പോലെയല്ല, കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് കാരണമാണ് ഇവിടെ വെതറിംഗ് നടക്കുന്നത്. കെമിക്കൽ ഡീകമ്പോസിഷൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആൻഡ് മോയ്സ്ചർ ടു ദ മിനറൽ പ്രസൻറ്റ് ഇൻ ദി റോക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ റോക്സിൽ കൂടുതലുള്ളത് എന്താണ്? മിനറൽസ് ആണ്. ഈ മിനറൽസ് ഒന്നും ഇക്വിലിബ്രിയം കണ്ടീഷനിലല്ല ഇരിക്കുന്നത്. സോ നേച്ചറിൻ്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലോട്ട് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് നേച്ചറിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരാൻ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലെ കെമിക്കൽസും ഗ്യാസസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് പുതിയൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് റോക്ക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ടേക്സ് പ്ലേസ് ടിൽ എ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഈ സമയത്ത് കെമിക്കൽ ഡീക്കേ നടന്ന് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സ് ഒക്കെ കൊറോസീവ് നേച്ചറാണ്, അത് നമുക്ക് അറിയാം. സോ റോക്സ് ഡീക്കേ ചെയ്യും, എന്നിട്ട് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് വെതറിങ് നടക്കുന്നത്. കെമിക്കൽ വെതറിങ്ങിൽ പാരൻറ്റ് റോക്കിൻ്റെ നേച്ചർ ആയിരിക്കില്ല സെഡിമെൻസിന്. ഫിസിക്കൽ ഓർ കെമിക്കൽ കോമ്പോസിഷൻ പാരൻറ്റ് റോക്കിൻ്റെ സെയിം ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഇവിടെ വെതറിങ് നടക്കുന്നത്. സോ അതാണ് കാരണം. അപ്പോൾ വെതറിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മിനറലോജിക്കൽ കോമ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് നേച്ചർ ഓഫ് കെമിക്കൽ എൻവയോൺമെൻറ്റ് സറൗണ്ടിങ് ദം. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കെമിക്കൽ വെതറിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ഇൻ കെമിക്കൽ വെതറിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫിസിക്കൽ വെതറിംഗ് പഠിച്ചപ്പോൾ അതിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കെമിക്കൽ വെതറിങ്ങിനും ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സൊല്യൂഷൻ, ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, കാർബണേഷൻ, ബേസ് എക്സ്ചേഞ്ച് ആൻഡ് ഫോർമേഷൻ ഓഫ് കൊളോയിഡ്സ്. ഇതൊക്കെയാണ് കെമിക്കൽ വെതറിങ്ങിൻ്റെ പ്രോസസ്സസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൊല്യൂഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റോക്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. റോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിനറൽസ് ആണ്. റോക്സ് എന്ന് പറഞ്ഞാൽ മിനറൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. റോക്സിലെ മിനറൽസ് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡിസോൾവ് ആയി പോകും. അങ്ങനെ ഈ ഡിസോൾവ് ആകുമ്പോൾ ഡിസിൻറ്റഗ്രേഷൻ അവിടെ സംഭവിക്കും. So some rock contain one or more minerals that are soluble in water to some extent. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റോക്ക് സോൾട്ട്, ജിപ്സം, കാൽസൈറ്റ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എല്ലാ മിനറൽസും വാട്ടറിൽ സോലുബിൾ ആകില്ല. ചിലത് കുറച്ച് ഇംപ്യൂർ വാട്ടറിലേ സോലുബിൾ ആകത്തുള്ളൂ. Some minerals are not soluble in water. The solvent action of water for many common minerals is enhanced when carbonated. Carbonation അല്ലെങ്കിൽ കാർബണേറ്റഡ് വാട്ടർ ആണെങ്കിൽ മാത്രമേ ചില മിനറൽസൊക്കെ കംപ്ലീറ്റ്ലി സോലുബിൾ ആകത്തുള്ളൂ. ഇപ്പോൾ ലൈംസ്റ്റോൺ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അത് കാർബണേറ്റഡ് വാട്ടറിലായിരിക്കും സോലുബിൾ ആകുന്നത്. ഇത് ലൈംസ്റ്റോൺ കേവ്സ് ആണ്. കേവ്സിൻ്റെ ഫിഗർ ആണ് ഇവിടെ. കാർബണേഷൻ, അതായത് കാർബണേറ്റഡ് വാട്ടറിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഡിസിൻറ്റഗ്രേറ്റ് ആകുന്നത്. ഡിസിൻറ്റഗ്രേറ്റ് ആയി, അങ്ങനെയാണ് ഇതൊരു വലിയ റോക്ക് മാസ് ആയിരുന്നു കാണണം. അതാണ് ഇവിടെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കേവ്സ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. These two processes indicate the direct attack of atmospheric moisture on individual minerals of a rock that affect ഇറ്റ്സ് സ്ട്രക്ചറൽ മേക്കപ്പ്. അതായത് ഈ ഹൈഡ്രേഷനും ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായിട്ട് മിനറൽ റോക്ക് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഈ രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, സർഫസ് ഓഫ് ക്രിസ്റ്റൽസ് ആർ നോട്ട് ഇൻ ഇക്വിലിബ്രിയം. സോ അവിടെ ക്രിസ്റ്റൽസിന് ചാർജ് കാണും. ബിക്കോസ് എന്താണ്, വാലൻസി ഫിൽ അല്ല അവിടെ, അതുകൊണ്ട് അവിടെ ക്രിസ്റ്റൽസിന് ചാർജ് കാണും. സോ പോളറൈസ്ഡ് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അവിടെ വരുന്ന റിയാക്ഷനാണ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ്. അതായത് പോളറൈസ്ഡ് വാട്ടറുമായിട്ട് ഇവിടെ കോണ്ടാക്റ്റ് വരുമ്പോൾ ഒന്നുകിൽ അവിടെ ഹൈഡ്രേഷൻ നടക്കും, അല്ലെങ്കിൽ അവിടെ ഹൈഡ്രോളിസിസ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ പോളറൈസ്ഡ് വാട്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദി അയോൺസ് ടെൻഡ് ടു ഹോൾഡ് ദി പോളറൈസ്ഡ് side of water molecule and form a hydrate. This process of addition of water molecule is called hydration. ഇങ്ങനെ വാട്ടർ മോളിക്യൂളിനെ ഇതിലൂടെ ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹൈഡ്രേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ അൺഹൈഡ്രേറ്റ് ഗെറ്റ്സ് സ്ലോലി കൺവേർട്ടഡ് ടു ജിപ്സം. അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതിനാണ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ കാൽസ്യം സൾഫേറ്റ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ജിപ്സം, അതായത് ഒരു ഹൈഡ്രേറ്റ് ഉണ്ടാക്കും. ഇനി ഹൈഡ്രേഷനിൽ പോളറൈസ്ഡ് വാട്ടറിൽ ക്രിസ്റ്റൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രോളിസിസിൽ എന്താണ്, അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഹൈഡ്രോളിസിസിൽ അയോൺസ് എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൈഡ്രോളിസിസിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഓർത്തോക്ലേസും വാട്ടറിലുള്ള ഹൈഡ്രജൻ അയോണും കൂടെ കമ്പൈൻ ചെയ്ത് റിയാക്ഷൻ നടന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഓർത്തോക്ലേസിലുള്ള പൊട്ടാസ്യം അയോൺ റീപ്ലേസ് ചെയ്ത് ഈ ഹൈഡ്രജൻ അയോണാണ് അവിടെ വരുന്നത്. സോ അവിടെ അയോൺ റീപ്ലേസ്മെൻ്റ് ആണ് അവിടെ നടന്നത്. അപ്പോൾ ഇതിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ എക്സാമ്പിൾ നമുക്ക് ലാട്രേറ്റ് ആണ്. ഇതാണ് ലാട്രേറ്റിൻ്റെ ഫിഗറാണ്. ഹൈഡ്രേഷൻ്റെ എക്സാമ്പിളാണ് ലാട്രേറ്റ്. അതുപോലെ ഹൈഡ്രോളിസിസിൻ്റെ എക്സാമ്പിൾ കയോലൈൻ ആണ്. കയോലൈൻ അല്ലെങ്കിൽ കയോലൈന് ചൈന ക്ലേ എന്നും പറയാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇതെന്താണെന്ന് നമുക്കറിയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജനും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അയൺ ബിയറിംഗ് മിനറൽസിലാണ് ഓക്സിഡേഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും. അയൺ ബിയറിംഗ് മിനറൽസ് ഇൻ ദ റോക്സ് ആർ പ്രോൺ ടു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതായത് നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഓക്സിഡേഷനൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. എക്സാമ്പിൾ എങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ Fe2+ ഫെറസ് അയൺ അറ്റ്മോസ്ഫിയർ മോയ്സ്ചറിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ Fe3+ ഫെറിക് അയൺ ആകും. ഓക്കെ, സോ Fe3+ അയോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. സോ സ്റ്റേബിൾ ആകാൻ വേണ്ടി എക്സസ് മോയ്സ്ചറിൽ റിയാക്ട് ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആകും. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കെമിക്കൽ ഇക്വേഷൻ കൊടുത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, iron oxide in rocks and minerals reduces to elemental iron in presence of decaying vegetation which supplies carbonaceous content using reduction. അങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നത്. റോക്സിലെയും മിനറൽസിലെയും അയൺ ഓക്സൈഡ്സ് റെഡ്യൂസ് ചെയ്ത് എലമെൻ്റൽ അയോൺസ് ആവും. അങ്ങനെയാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നത്. ഇതല്ലാതെ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പൈറൈറ്റിൻ്റെ കേസും കൂടെ നോക്കാം. 2FeS2 plus 7O2 plus 2H2O gives FeSO4 plus 2H2SO4. അപ്പോൾ 2FeS2 എന്ന് പറയുന്നത് പൈറൈറ്റ് ആണ്. അപ്പോൾ പൈറൈറ്റ് ഓൾമോസ്റ്റ് റോക്സിലെല്ലാം കാണുന്ന മിനറലാണ്. പൈറൈറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ ആൻഡ് ഫോം FeSO4 ആൻഡ് H2SO4. പൈറൈറ്റ് ഓക്സിജനും വാട്ടറും ആയിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം എന്തുണ്ടാവും? FeSO4ഉം H2SO4ഉം ഉണ്ടാവും. H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. സോ സൾഫ്യൂരിക് ആസിഡ് ഹൈ കൊറോസീവ് നേച്ചറാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവും. ഈ ഇക്വേഷൻ നമുക്ക് എക്സാമിന് എഴുതാമെന്നുള്ളതാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഓക്സിഡേഷൻ നടന്ന് ഗോൾഡൻ
പൈറേറ്റ് റെഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗറിലുള്ളത്. Carbonation. It is the process of weathering of rocks under the combined action of atmospheric carbon dioxide and moisture. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡും മോയ്സ്ചറും കമ്പൈൻ ചെയ്ത് കാർബണിക് ആസിഡ് ഉണ്ടാവും. ഈ ആസിഡ് കൊറോസീവ് നേച്ചറുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കാർബണേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സിലിക്കേറ്റ് ബിയറിംഗ് റോക്സിലാണ് കാർബണേഷൻ കൂടുതലായിട്ടും കാണുന്നത്. ഫെൽസ്പാർ ഓർത്തോക്ലേസ് ഡീകമ്പോസസ് ടു ഫോം എ ക്ലേ മിനറൽ സോളുബിൾ ബൈകാർബണേറ്റ് ആൻഡ് സിലിക്ക. അതാണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് താഴെ ഇക്വേഷൻ കാണിച്ചിട്ടുള്ളത്. ഫെൽസ്പാർ ഓർത്തോക്ലേസ് ഡീകമ്പോസ് ചെയ്ത് എന്തുണ്ടാവും? ക്ലേ മിനറൽ ഉണ്ടാവും, അതുപോലെ ഒരു സോളുബിൾ ബൈകാർബണേറ്റ് ഉണ്ടാവും, സിലിക്കയും ഉണ്ടാവും. ഓക്കെ, അതിന് കാർബണേഷൻ എക്സാമ്പിളാണ് ഇത്. മെനി ഇഗ്നിയസ് റോക്സ് ലൈക്ക് ഗ്രാനൈറ്റ് പോലുള്ള മെനി ഇഗ്നിയസ് റോക്സും വെതറിങ്ങിന് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫെൽസ്പാർ ഓർത്തോക്ലേസിൻ്റെ ഫിഗറാണിത്. നെക്സ്റ്റ്, colloid formation. The process of hydration, hydrolysis, oxidation and reduction on rocks and minerals often results in splitting of particles into smaller particles called colloids. So colloids എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സ്മോൾ പാർട്ടിക്കിൾസ്, അതിനെയാണ് colloids എന്ന് പറയുന്നത്. പാർഷ്യലി സാറ്റിസ്ഫൈഡ് ഇലക്ട്രിക് ചാർജസ് ആണ് ഇതിനുള്ളത്. സോ വെതറിംഗ് ഓഫ് ക്ലേ മിനറൽ, സിലിക്ക ആൻഡ് അയൺ ഓക്സൈഡ്സ് റിസൾട്ട്സ് ഇൻ colloid formation. ക്ലേ മിനറൽ, സിലിക്ക അതൊക്കെ പോലുള്ള കാര്യങ്ങൾ വെതറിങ് അണ്ടർഗോ ചെയ്തിട്ടാണ് കൊളോയിഡ് ഫോർമേഷൻ നടക്കുന്നത്. വെച്ചാൽ കൊളോയിഡ് എന്ന് വെച്ചാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, അതിനെയാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ദീസ് കൊളോയിഡ്സ് ആർ ഈസിലി പ്രസിപ്പിറ്റേറ്റഡ് ആസ് ദ charges are satisfied and form stable product. സൈസ് സ്മോൾ ആയതുകൊണ്ട് നമുക്ക് പാർഷ്യലി ചാർജ് ഉള്ളതുകൊണ്ടും ഈസി ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതൊരു സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിത്തീരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കെമിക്കൽ വെതറിങ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് മറന്നു പോകരുത്. ഇതങ്ങ് വളരെ ചെറുതാണ്. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ചാൽ മതി, ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെതറിംഗ് ആണ്, അതായത് സ്പിറോയിഡൽ വെതറിംഗ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, the breaking of original rock mass into spheroidal block is called spheroidal weathering. ഒറിജിനൽ റോക്ക് മാസ് ബ്രേക്ക് ആയി സ്പിറോയിഡൽ ഷേപ്പ് ആവും, അതിനാണ് നമ്മൾ സ്പിറോയിഡൽ വെതറിംഗ് എന്ന് പറയുന്നത്. എക്സ്ഫോളിയേഷൻ പറഞ്ഞപ്പോൾ കെമിക്കൽ റിയാക്ഷൻ കാരണം എഡ്ജ് കേർവ്ഡ് സർഫസ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, the original rock mass is split into small blocks by development of parallel joints due to the thermal effect. thermal effect കാരണം റോക്സിൽ പാരലൽ ജോയിൻറ്റ്സ് ഉണ്ടാകും. സോ ഒറിജിനൽ റോക്ക് മാസ് സ്പ്ലിറ്റ് ആവും. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെതറിംഗ് ആണ്, എല്ലായിടത്തും ഇത് നടക്കണമെന്നും ഇല്ല. ഓക്കെ, ഇതാണ് സ്പിറോയിഡൽ വെതറിംഗ് സംഭവിച്ച ഒരു റോക്ക്. ഇതുപോലെ സ്പിറിക്കൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കലും ഫിസിക്കലും അല്ലാത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെതറിംഗ് ആണ് ഓർഗാനിക് വെതറിംഗ് എന്ന് പറയും. ഡീകേ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ബൈ ലിവിങ് തിങ്സ് ഈസ് കോൾഡ് ഓർഗാനിക് വെതറിംഗ്. ലിവിങ് തിങ്സ് ഉണ്ടാക്കുന്നത്, ലിവിങ് തിങ്സ് വഴി ഡീകേ ആവുന്നത് കൊണ്ടാണ് അതിനെ ഓർഗാനിക് വെതറിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് അതൊക്കെ ഈ റോക്സിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വെതറിംഗ് ആക്ഷൻസ് സംഭവിക്കാറുണ്ട്. റോഡൻസിൻ്റെ ആക്ഷൻ കൊണ്ട്, അതായത് എലി പോലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ, അത് ഈ റോക്സിനെയൊക്കെ തുരക്കാറുണ്ട്. അങ്ങനെ അതും വെതറിങ്ങിൻ്റെ ഇതിൽ വരുന്നതാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഇതുപോലെ വെതറിങ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വെതറിങ്ങിൻ്റെ എക്സാമ്പിൾ നേച്ചറിൽ കാണുന്ന ഒരു സംഭവം നോക്കാം. ഇതൊരു ഈജിപ്ഷ്യൻ ഒബ്ലിസ്ക് ആണ്. 300 year old ഈജിപ്ഷ്യൻ ഒബ്ലിസ്ക് ആണ്. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് 100 years മുമ്പുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് 100 years കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കെമിക്കൽ വെതറിങ് സംഭവിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ട്രാൻസ്ഫോമായി വന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പം ഇനിയും ഒരു 100 years കഴിയുമ്പോൾ
ഇതും ഇതിൻ്റെ വേറെയും പോർഷൻസ് ഇതുപോലെ വെതർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് അതുപോലെ ഗ്രീസിലുള്ളതാണ്. ഇവിടെ എയർ പൊല്യൂഷൻ ആൻഡ് ആസിഡ് റെയിൻ കാരണം കെമിക്കൽ വെതറിങ് സംഭവിച്ച് അതിൻ്റെ കളർ ഫെയ്ഡ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ സംഭവിച്ചിട്ടുള്ളൊരു ഇതാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വെതറിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് റോക്ക്, ക്ലൈമറ്റ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഈ 3 ഫാക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് വെതറിങ്ങിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇതൊക്കെ. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് റോക്ക്. സം റോക്സ് ആർ ഈസിലി affected by weathering while some remain unaffected even under the same condition. എല്ലാ റോക്സും സെയിം റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അല്ല കാണിക്കുന്നത്. ഒരേ റോക്ക് തന്നെ നമ്മൾ പല പല ക്ലൈമറ്റിക് കണ്ടീഷൻ പല പല കെമിക്കൽ കോമ്പോസിഷനും ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. സോ അതായിരിക്കും അതിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി, റോക്കിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഗിവൺ എൻവയോൺമെൻറ്റിൽ റോക്കിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ആണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളായിട്ട് സാൻഡ് സ്റ്റോണിനെ എടുക്കാം. സാൻഡ് സ്റ്റോണിൽ ക്വാർട്സ് കണ്ടൻറ്റ് കൂടുതലാണ്. സോ അത് ഹൈലി വെതറിങ് റെസിസ്റ്റൻ്റ് ആണ്. ക്വാർട്സ് എന്ന് പറയുന്നത് ഹൈലി വെതറിങ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഗ്രാനൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റിനകത്ത് ഫെൽസ്പാർ, അലുമിന അതുപോലുള്ള മിനറൽസ് ആണ് ഉള്ളത്. സോ കെമിക്കൽ വെതറിങ്ങിൽ ഫെൽസ്പാറിൻ്റെ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഗ്രാനൈറ്റ് വെതറിങ്ങിൽ കൂടുതൽ എക്സ്പോസ് ചെയ്യും. അപ്പോൾ സാൻഡ് സ്റ്റോൺ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രാനൈറ്റിന് വെതറിങ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഓരോ റോക്കിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ റോക്കിൻ്റെ വെതറിങ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, the rate of weathering of a rock mass which has a massive, compact and dense structure will be slow as that compared to that have a fractured structure. എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് റോക്ക് മാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാസീവ് റോക്ക് മാസ് അല്ലെങ്കിൽ കോമ്പാക്ട് ഡെൻസ് സ്ട്രക്ചർ ആണെങ്കിൽ വെതറിങ്ങിൻ്റെ ചാൻസ് കുറവായിരിക്കും. അതേസമയം ഫ്രാക്ചേർഡ് സ്ട്രക്ചർ ആണെങ്കിൽ വെതറിങ്ങിൻ്റെ ചാൻസ് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഫ്രാക്ചേഴ്സിൽ കൂടെയൊക്കെ ഗ്യാസും മോയ്സ്ചറൊക്കെ അകത്തോട്ട് പോയിട്ട് പെട്ടെന്ന് വെതറിങ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിക് കണ്ടീഷൻ വെതറിങ്ങിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Same type of rocks exposed in 3 or more type of climate may show entirely different trends of weathering. ഒരേ റോക്ക് നമ്മൾ 3 തരം ക്ലൈമറ്റിൽ കൊണ്ടുവച്ചാൽ അത് അവിടെ നിന്ന് അവിടെ ഇരുന്ന് വെതർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. അതായത് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല, എന്ന് വെച്ചാൽ ഒരേ സമയത്തായിരിക്കില്ല, ഒരുപോലെ ആയിരിക്കില്ല വെതർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലൈമറ്റിക് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്തോറും വെതറിങ്ങിൻ്റെ ടൈപ്പും അവിടെ മാറിക്കൊണ്ടിരിക്കും. ഇൻ കേസ് കോൾഡ് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആണെന്ന് വെച്ചോ, അത് മെക്കാനിക്കൽ വെതറിങ്ങിനെയും അതുപോലെ കെമിക്കൽ വെതറിങ്ങിനെയും ഒരുപോലെ ഫേവർ ചെയ്യും. ഇൻ കേസ് ഇനിയിപ്പോൾ ഡ്രൈ ആൻഡ് കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? വിൽ നോട്ട് ഫേവർ എനി ടൈപ്പ് ഓഫ് വെതറിങ്. എന്തുകൊണ്ടാണ്? ഡ്രൈ കണ്ടീഷനാണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മോയ്സ്ചറാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെതറിങ് അവിടെ നടക്കില്ല. ഓക്കെ, കെമിക്കൽ വെതറിങ് വിൽ ബി പ്രിഡോമിനൻറ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ കെമിക്കൽ വെതറിങ് ആയിരിക്കും നടക്കുന്നത്. അതേസമയം ഹോട്ട് ആൻഡ് എറിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ മെക്കാനിക്കൽ വെതറിങ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. The rate of weathering is greatly affected by the topography of the area where rocks are directly exposed. ടോപ്പോഗ്രഫി ബേസ് ചെയ്താണ് വെതറിങ് റേറ്റ് ചേഞ്ച് ആകുന്നത്. റോക്സ് ഇൻ സ്ലോപ്സ് അസിസ്റ്റ് ഇൻ റിമൂവൽ ഓഫ് ദി വെതറിങ് end product comparatively faster and make fresh rock surface exposed to weather. സ്ലോപ്പ് റോക്ക് ആണെങ്കിൽ, ഇൻ കേസ് ഇപ്പോൾ ഒരു സ്ലോപ്പ് സർഫസ് ആണെങ്കിൽ അവിടെ വെതറിങ് നടക്കുമ്പോൾ ഈ സ്ലോപ്പിൽ കൂടെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് താഴോട്ട് വരുന്തോറും ഈ വെതേർഡ് ആയിട്ടുള്ള ഏരിയ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെതറിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ലെവൽ ലാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ സർഫസിൽ വെതറിങ് നടക്കും തോറും
അവിടെ ഉണ്ടാകുന്ന സെഡിമെൻറ്റ്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഡിസിൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ സെഡിമെൻറ്റ്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താവും, ഇത് കവർ ചെയ്യും, അതായത് വെതേർഡ് സർഫസിന് ഈ സെഡിമെൻറ്റ്സ് കവർ ചെയ്യും. അപ്പോൾ എക്സ്പോസ്ഡ് ആവുന്നില്ല കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ കമ്പയർ ചെയ്ത് അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും, അതായത് ഫിസിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ബേസിസിൽ ഇങ്ങനെയായിരിക്കും വെതറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഇങ്ങനെയായിരിക്കും വെതറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് ക്ലാസിഫിക്കേഷനാണ്. എൻജിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെതേർഡ് റോക്ക് മാസ്. അതെന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് വെതറിങ്ങിൻ്റെ ബേസിസിൽ റോക്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ദിസ് ടൈപ്പ് ഓഫ് റോക്ക് ക്ലാസിഫിക്കേഷൻ ഗീവ്സ് ദി എൻജിനീയർ ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ ഓഫ് റോക്ക് മാസ്. റോക്ക് മാസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റോക്കിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ. ഇത് ഓൺ സൈറ്റിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ വഴിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫൈ ചെയ്ത് നമ്മളതിന് ഗ്രേഡ്സും കൊടുക്കാറുണ്ട് ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ സജസ്റ്റഡ് ബൈ ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ആണ്. ആദ്യത്തത് ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ അതിനെ അൺവെതേർഡ് എന്നും പറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ നോ വിസിബിൾ സൈൻ ഓഫ് മെറ്റീരിയൽ വെതറിങ്ങിൻ്റെ വിസിബിൾ സൈൻസ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിതിനെ 1A ആണ് ഗ്രേഡായിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഫെയിൻറ്റ്ലി വെതേർഡ് ആണ്. ഇവിടെ ഡിസ്കളറേഷൻ ആയിരിക്കും ഓൺ മേജർ ഡിസ്കണ്ടിന്യൂറ്റി സർഫസ്, ഡിസ്കളറേഷൻ ആയിരിക്കും ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ ഗ്രേഡ് 1B എന്നാണ് കൊടുക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വെതേർഡ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഡിസ്കളറേഷൻ ഇൻഡിക്കേറ്റ്സ് വെതറിങ് ഓഫ് റോക്ക് മെറ്റീരിയൽ ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സർഫസ് ഡിസ്കണ്ടിന്യൂറ്റിയും വെതറിങ് മെറ്റീരിയലിൻ്റെ ഡിസ്കളറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെതറിങ്ങും റോക്കിൻ്റെ വെതറിങ്ങും അതുപോലെ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സർഫസുമാണ്. All the rock material may be discolored by weathering and may be somewhat weaker than its fresh condition. Okay. Next moderately weathered. ഇവിടെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഹാഫ് ദി റോക്ക് മെറ്റീരിയൽ, അതായത് ഒരു റോക്ക് മെറ്റീരിയലിൻ്റെ പകുതി കുറവ് പോർഷൻ മാത്രമായിരിക്കും വെതേർഡ് ആയിട്ടുള്ളത്. ഫ്രഷ് ഓർ ഡിസ്കളേർഡ് റോക്ക് ഈസ് പ്രസൻറ്റ് എയ്തർ ആസ് എ കണ്ടിന്യൂസ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ കോർ സ്റ്റോൺ ആയിട്ട് അവിടെ കാണും. ഗ്രേഡ് 3 ആണ് മോഡറേറ്റ്ലി വെതേർഡ് റോക്സിന് നമ്മൾ കൊടുക്കുന്ന ഗ്രേഡ്. നെക്സ്റ്റ് വൺ ഹൈലി വെതേർഡ്. ഹൈലി വെതേർഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹാഫ് പോർഷൻ ഓഫ് റോക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അതിനെയാണ് ഹൈലി വെതേർഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി വെതേർഡ് എന്ന് പറഞ്ഞാൽ ഓൾ മെറ്റീരിയൽ, അതായത് ഓൾ റോക്ക് മെറ്റീരിയൽസ് ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ്. അതായത് ഒറിജിനൽ മാസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലാർജ്ലി ഇൻടാക്റ്റ് ആയിരിക്കും. അത് ഗ്രേഡ് 5ലാണ് വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിഡ്വൽ സോയിലാണ്. റെസിഡ്വൽ സോയിൽ എന്ന് പറഞ്ഞാൽ റോക്ക് മാസ് അവിടെ ഇല്ല. റോക്ക് മാസ് കംപ്ലീറ്റ്ലി സോയിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ റെസിഡ്വൽ സോയിൽ എന്ന് പറയുന്നത്. ദർ ഈസ് എ ലാർജ് ചേഞ്ച് ഇൻ വോളിയം ബട്ട് ദി സോയിൽ ഹാസ് നോട്ട് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി ട്രാൻസ്പോർട്ടഡ്. വോളിയം ചേഞ്ച് ഉണ്ട്, അതായത് റോക്ക് മാസ് സോയിൽ ആവുമ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ വോളിയം ചേഞ്ച് ആയി, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടന്നിട്ടില്ല. അത് വെതറിങ് സംഭവിച്ച സ്ഥലത്ത് തന്നെ അതവിടെ കിടക്കുകയാണ്. ഇത് ഗ്രേഡ് 6ലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെതറിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കെമിക്കൽ വെതറിംഗ് ഒക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. കെമിക്കൽ വെതറിംഗ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.